നല്ല കർത്താവിന് മഹത്വം കരയേറ്റിക്കൊണ്ട് ജീവിപ്പാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാം ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുക. കഷ്ടവും നഷ്ടവും വരുത്തുവാൻ ശ്രമിക്കുന്ന ദുഷ്ടൻ്റെ ആധിപത്യത്തിലുള്ള ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളെ ക്ഷീണിച്ച് കാണുവാൻ, നാം തളർന്നിരിക്കുന്നത് കാണുവാൻ, നാം പരാജയപ്പെട്ടു പോകുന്നതും പരാജയപ്പെട്ടിരിക്കുന്നതും കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു ശത്രുവുണ്ട് എന്നുള്ളത് ഒരിക്കലും മറന്നു പോകരുത്. എന്നാൽ ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടിയ ഒരു യേശുവിനെയാണ് നാം സേവിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയും, ജയോത്സവം എന്ന് പറഞ്ഞാൽ ജയം ഉത്സവമായി കൊണ്ടാടുന്നവർ. എങ്ങനെയുണ്ട് ദൈവപൈതലേ? ജീവിതത്തിൽ തോറ്റു കിടക്കുകയാണോ അതോ ജയിച്ചു കിടക്കുകയാണോ? അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 6:25, മാത്യു ചാപ്റ്റർ 6:25. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് നിങ്ങളുടെ ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. ചീത്ത കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും, ഈ സംഗതി ഇങ്ങനെയാകും, ഈ സംഗതി അങ്ങനെ പോയാൽ അത് നാശത്തിലേക്ക് കലാശിക്കത്തുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് മറിയടിക്കുന്നവർ എന്നെ കേൾക്കുന്നില്ലേ? നീ എന്തിനും എന്തുടുക്കും, അത് വേറൊരു ചിന്ത. ഞാൻ പറയട്ടെ, ഭക്ഷണവും പാനീയവും ഒന്നുമല്ല വലുത്, ക്ലോത്തിങ് ഒന്നുമല്ല വലുത്. ഇതൊക്കെ അതിൻ്റെ അർത്ഥത്തിൽ വലുത് തന്നെയെങ്കിലും നിത്യതയിലേക്കുള്ള ഓട്ടം ജയത്തോടെ ഓടുന്നതാണ് ഏറ്റവും വിലയേറിയ കാര്യം. നിന്നെ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ നീ തുടർമാനമായിട്ട് സ്ട്രെസ്ഡായിട്ടിരിക്കുവാണെങ്കിൽ നിനക്ക് പിന്നെ അങ്ങനെയുള്ള സംഗതിയോടായിരിക്കും ഇഷ്ടം. ആ സംഗതി നിന്നെ അങ്ങ് ആകർഷിക്കും. എന്നാൽ വിശ്വാസത്തോടെ നീ ജീവിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, ദൈവത്തിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നിൻ്റെ മേൽ വരും. ഞാൻ വീണ്ടും അല്പസമയം ദൈവത്തെ ധ്യാനിക്കുന്നതും എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്നുകൂടെ ശക്തമായി അതേക്കുറിച്ചൊന്ന് പറയട്ടെ. ദൈവത്തിൻ്റെ വചനം നാം മെഡിറ്റേറ്റ് ചെയ്യണം. ദൈവത്തിൻ്റെ വചനമാ വഴിയും സത്യവും ജീവനും. അപ്പം നമ്മുടെ ചിന്താമണ്ഡലത്തെ വേറൊരു വഴിയിലേക്ക് ഗൈഡ് ചെയ്ത് വിടുന്നത് പൈശാചികനാണ്. സത്യത്തിൻ്റെ പാതയിൽ നമ്മെ നടത്താൻ അനുവദിക്കുന്നത് ദൈവമാണ്. നമ്മുടെ തോട്ട്സിനെയും നമ്മുടെ ജീവിതത്തെയും അത് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ നാം മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറയട്ടെ, സ്ലോലി ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്തെടുത്തോണം. അതായത് അത് എന്താണ്, അതിനെക്കുറിച്ച് ചിന്തിക്കണം, റിഫ്ലക്റ്റ് ഓൺ ഇറ്റ്. എന്നിട്ട് അത് നിൻ്റെ മനസ്സിൽ കിടക്കട്ടെ. നീ അത് റിപ്പീറ്റഡായിട്ട് ഓർക്ക്. ദൈവത്തിൻ്റെ പ്രവൃത്തിയെയും ദൈവത്തിൻ്റെ ചിന്തയും, അല്ലേ? സർവശക്തൻ എന്നെ വിചാരിക്കുന്നു, അവൻ്റെ വിചാരങ്ങൾ വലുതാകുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ യഹോവയുടെ ദയ തൻ്റെ ഭക്തന്മാരോട് വലുതാകുന്നു. ഞാൻ പറയട്ടെ, നമ്മുടെ ചിന്തകളും ദൈവത്തിൻ്റെ പ്രവൃത്തികളും ദൈവത്താൽ നിറയപ്പെട്ട വിഷയങ്ങളും അതെല്ലാം നമ്മുടെയൊക്കെ ജീവിതത്തെ നല്ലതിലേക്ക് നയിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും നയിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം നാം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മളത് ഒച്ചത്തിൽ പിന്നീട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുമ്പോൾ, എന്നാൽ ചിലരുടെ കാര്യം അങ്ങനെ അല്ല, പതുക്കെ വായിക്കുന്നതായിരിക്കും ഇഷ്ടം. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വചനം നാം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതൊന്നുകൂടെ ഈസിയായിട്ട് ദൈവശബ്ദമായിട്ട് നമ്മുടെ ആത്മാവിൽ നമുക്ക് കേൾക്കുവാൻ കഴിയണം. ദൈവത്തിൻ്റെ വചനം നാം ധ്യാനിച്ച് കഴിയുമ്പോൾ അടുത്ത സംഗതി എന്നാന്ന് വെച്ചാൽ, ഒരു വെളിപ്പാട് ദൈവം നമുക്ക് തരും. അല്ലെങ്കിൽ നാം വായിച്ചു കൊണ്ടിരുന്ന ആ ആത്മീയ സത്യങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒന്നുകൂടി ആഴത്തിലിറങ്ങി മനസ്സിലാക്കുവാൻ സഹായിച്ചു, അല്ലേ? നമ്മളെ മനസ്സിൽ
കരുതിക്കൊള്ളേണ്ട ഒരു കാര്യം, ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ജസ്റ്റ് ടു മെഡിറ്റേറ്റ്. വി മസ്റ്റ് റിമെയിൻ ഇൻ ദ വേർഡ് ഓൺ വിച്ച് വി ആർ മെഡിറ്റേറ്റിംഗ്. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന, നമ്മൾ ഉച്ചരിക്കുന്ന, നമ്മൾ ധ്യാനിക്കുന്ന ആ വചനത്തിൽ നാം നിൽക്കണം. അങ്ങനെ പ്രവർത്തിക്കുന്നവരായിട്ട്, വചനം പ്രവർത്തിക്കുന്നവരായിട്ട് നാം തീരണം. കേൾവിക്കാരായിട്ട് മാത്രം ആകരുത്. കേൾവിക്കാരായിട്ടായിരുന്നാൽ എന്ത് പറ്റുമെന്നറിയാമോ? തീർച്ചയായിട്ടും നാം നമ്മെ തന്നെ ചതിക്കുന്നവരായി മാറും. ജെയിംസ് 1:22, യാക്കോബ് 1:22 ഇങ്ങനെ പറയുന്നു, എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തന്നോട് തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പി. ഒരു വിടുതൽ ദൈവത്തിലെ വേണ്ടേ? ഒരു ആന്തരിക സൗഖ്യം നിനക്ക് വേണ്ടേ? ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പ്രാപിച്ചിട്ടുള്ള പല ഉപദേശങ്ങളും ചെയ്തു നോക്കിയിട്ടും കുഞ്ഞെ നീ വ്യത്യാസം കാണുന്നില്ലേ? കഴിഞ്ഞ കാലങ്ങളിലെ ടിപ്സ് ഒന്നും നീ ഫോളോ ചെയ്യുന്നില്ലേ? നിനക്ക് എപ്പോഴും സ്ട്രെസ് കൊണ്ട് മാത്രമേ ജീവിക്കാൻ പറ്റുന്നുള്ളൂ വരുന്നുണ്ടോ? ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ട് പറയാം, ഒരു സ്പിരിച്വൽ ഇൻഫ്ലുവൻസ്, അതും എ മലിഗ്നൻ്റ് സ്പിരിച്വൽ ഇൻഫ്ലുവൻസ് ഈ ലോകത്ത് പടർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആവശ്യമാകുന്ന റെസ്റ്റ് കിട്ടിയേ പറ്റൂ. യേശുവിൻ്റെ പൂർണ്ണമാക്കപ്പെട്ട ആ കാൽവറിലെ രക്ഷണ്യ പ്രവൃത്തിയിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നവർ അവൻ്റെ വേലയിലും അവൻ്റെ ആ കംപ്ലീറ്റ് വർക്കിലും ആശ്രയിക്കുന്നവർ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് തീരും. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടല്ലേ? ക്രൂശിലെ ആ വേലയ്ക്ക് വേണ്ടി കർത്താവ് വളരെ വില മുടക്കി. കാരണം അതിനകത്ത് നമ്മുടെ ഇന്നർ ഹീലിങ്ങും നമ്മുടെ ഡെലിവറൻസും ഒക്കെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒരു മച്വർ ബിലീവർ ഈ കാര്യത്തിലൊക്കെ നമ്മെ ഇടയ്ക്ക് മിനിസ്റ്റർ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ എന്ത് സ്പിരിച്വൽ ബോണ്ടേജ് ഉണ്ടെങ്കിലും നമുക്ക് ബ്രേക്ക് ചെയ്യുവാൻ പറ്റും. ഹേർട്ട് ചെയ്യുന്നതായിട്ടുള്ള വിഷയങ്ങളെയൊക്കെ ക്രിസ്തുവേശിലുള്ള ഫ്രീഡത്തിൽ നാം വരുമ്പോൾ അതെല്ലാം പുറത്താകും. നമ്മുടെ ഹൃദയം, പ്രൈസ് ഗോഡ്, അത് ഹീൽ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവം സൗഖ്യമാക്കി വിടുതൽ തരുന്ന ദൈവമാണെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു, അല്ലേ? ഹീ ഈസ് വെയിറ്റിംഗ് ഫോർ യു വിത്ത് ഓപ്പൺ ആംസ്. അടുത്തത് നമ്മൾ തുടർമാനമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ദൈവവുമായിട്ട് നാം മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ എ കണ്ടിന്യൂസ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. യേശു ക്രിസ്തുവിൽ കൂടി ദൈവത്തോട് ഒരു ഓൺ ഗോയിങ് റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യുവാണെങ്കിൽ സ്ട്രെസ്സിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കാം. ആ ഒരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിനകത്ത് പ്രാർത്ഥന വേണം, അതിനകത്ത് വചനവായന വേണം. യേശു കർത്താവിനെ നാം രക്ഷകനും സ്വന്തം രക്ഷിതാവുമായി സ്വീകരിച്ചവർ ആയിരിക്കണം. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞാനൊരു പാപിയായിരുന്നു. എൻ്റെ പാപം നിന്നെ എന്നിൽ നിന്നകറ്റി. ഞാൻ നിന്നിൽ നിന്നാകുന്നു. യേശു ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ മരിച്ച യേശു അടക്കപ്പെട്ട കല്ലറയെ ഭേദിച്ച് പുറത്തു വന്നു. അതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാ പാപങ്ങളോർത്ത് ഒന്ന് റിപ്പൻ്റ് ചെയ്യുവാനും യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് ഈ ഡിവോഷണൽ സ്റ്റഡിയിൽ കൂടെ കേൾക്കുന്നവർ വോളണ്ടറിലി ഒന്ന് കൺഫ്യൂസ് ചെയ്യുവാനും ദൈവമേ നീ സഹായിക്കണമേ. ദൈവത്തിൻ്റെ ഹിതത്തിന് വിപരീതമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും ദൈവത്തിൻ്റെ പാദപീഠെ സമർപ്പിപ്പാൻ നീ ഓരോരുത്തരെയും സഹായിക്കണേ. ഐ റിനൗൺസ് ഓൾ വേർഡ്ലി തിങ്കിങ് ആൻഡ് ബിഹേവിയർ. കർത്താവ് ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പ്രവേശിച്ച് ജീവിതത്തിന് വലിയ ചേഞ്ച് നൽകുമാറാകണം. അടികളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം.
യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.